ബാണേനൈകേന തം ഹത്വാ രാജ്യേ ത്വാമഭിഷേചയേ തഥേതി ഗത്വാ സുഗ്രീവ കിഷ്കിന്ധോപവനം ദ്രുതം കൃത്വാ ശബ്ദം മഹാനാദം തമാഹ്വയത ബാലിനം. ഒരേ ബാണപ്രയോഗത്താൽ ബാലിയെ വധിച്ച് ഞാൻ അങ്ങയെ രാജ്യത്തിൽ അഭിഷേകം ചെയ്യുന്നുണ്ട് എന്ന് ഭഗവാൻ അരുൾ ചെയ്തതിനെ സമ്മതിച്ച സുഗ്രീവൻ വേഗം കിഷ്കിന്ധയുടെ സമീപത്തുള്ള വനത്തിൽ പ്രവേശിച്ച് ഗംഭീരമായ അലറി ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു. കിഷ്കിന്ധാകാന്ഡം. സുഗ്രീവ സഖ്യം, ബാലിവധം, സീതാന്വേഷണം എന്നിവയാണ് കിഷ്കിന്ധാകാന്ഡത്തിലെ 3 മുഖ്യ കഥാഭാഗങ്ങൾ. പ്രാകൃതയായാലും ഭക്തി വളർന്നാൽ വിവേകമുണ്ടാവുമെന്നും വിവേകത്തിന്റെ വളർച്ചയിൽ അവിവേകം നശിക്കാനിടയാവുമെന്നും ആരണ്യകാന്ഡത്തിന്റെ അവസാനത്തിൽ പറഞ്ഞുവല്ലോ. പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിയുമായുള്ള സമ്പർക്കം. വിവേകമുണ്ടാവലാണ് സുഗ്രീവ സഖ്യം. അവിവേകം നശിക്കലാണ് ബാലിവധം. വിവേകം വളർന്ന് അവിവേകം നശിച്ചാൽ തത്വവിചാരം ചെയ്യാം. തത്വവിചാരമാണ് സീതാന്വേഷണം. ഇനി കഥാസ്വരൂപത്തിൽ കൂടി വീക്ഷിക്കാം. ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞ് തെക്കോട്ട് നടക്കാൻ തുടങ്ങിയ രാമലക്ഷ്മണന്മാർ അധികം താമസിയാതെ പമ്പാസരസിന്റെ തീരത്താണ് എത്തിച്ചേരുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ അതിപ്രധാനമായൊരു വർണ്ണ്യവസ്തുവാണ് പമ്പാസരസ്. വിശാലവും അഗാധവും സ്വച്ഛ നിർമ്മല ജലപരിപൂർണവും അനേകം പുഷ്പങ്ങളാലും പക്ഷിസമൂഹങ്ങളാലും ശോഭായമാനവുമായ പ്രസ്തുത സരസ് തന്റെ ദിവ്യ സൌന്ദര്യം കൊണ്ട് ആരുടെയും മനസ്സിനെ ഹഠാത് ആകർഷിച്ചുകൊണ്ടിരുന്നു. സീതാവിരഹതപ്തനായ ശ്രീരാമചന്ദ്രന് പ്രസ്തുത സരസിന്റെ കരയ്ക്കെത്തിയപ്പോൾ തന്നെ വളരെ സമാധാനവും വിശ്രാന്തിയും കിട്ടി. വളരെ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചാണ് അവർ മുന്നോട്ടു പോകുന്നത്. സരസിലെ ശീതളവായുവും അമൃതസമാനമായ ജലവും അവരെ വേണ്ടത്ര കുളിർപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സ്വച്ഛ നിർമ്മലമായ തന്റെ തന്നെ ചിത്തത്തെയാണ് ഇവിടെ മനോഹരവും നിർമ്മലവുമായ സരസായി ഉപന്യസിച്ചിരിക്കുന്നത്. രാമായണത്തിൽ പലയിടത്തും തത്വങ്ങളെ അവയുടെ പേരുകളിൽ തന്നെ ചിത്രീകരിച്ച് വിചിത്രമായ ഘടനകൾ കാണാം. അതിലൊന്നാണ് പമ്പാസരസിന്റെയും അവതരണം. സ്വതവേ ചിത്തം സ്വച്ഛ നിർമ്മലമാണ്. അങ്ങനെ സ്വച്ഛ നിർമ്മലമായിരിക്കുമ്പോൾ വിവേകം സ്വാഭാവികമായുണ്ടാവും. എന്നാൽ ദുഷ്കർമ്മങ്ങളെക്കൊണ്ടും ദുർവികാരങ്ങളെക്കൊണ്ടും പാപകലുഷമായി തീരുമ്പോഴാണ് വിവേകം നഷ്ടപ്പെട്ട് അവിവേക സ്വരൂപമായി തീർന്ന് പല ദുരനുഭവങ്ങൾക്കും ദുഃഖത്തിനും കാരണമായിത്തീരുന്നത്. അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ചിത്തത്തെ ശുദ്ധീകരിക്കൽ മാത്രമാണ് താനും. നിഷ്കളങ്കയും പ്രേമസ്വരൂപിണിയുമായ ഭക്തി കൊണ്ട് പാപങ്ങളാകുന്ന ചിത്തത്തിന് ശുദ്ധി കിട്ടും. ചിത്തം സംശുദ്ധമാവുമ്പോൾ വിവേകം പ്രകാശിക്കും. വിവേകപ്രകാശത്തിൽ അവിവേകം നശിക്കുകയും ചെയ്യും. പാപപങ്കിലമായ ചിത്തത്തെ ഭക്തി കൊണ്ട് സ്വച്ഛ നിർമ്മലമാക്കി കാണിക്കുകയാണ് ഇവിടെ പമ്പാവർണ്ണനം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. തത്വത്തെ സ്വന്തം പേരിൽ കൂടെ തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പാപം എന്നതിനെയാണ് തിരിച്ചാം മറിച്ചാക്കി പമ്പ ആക്കിയിരിക്കുന്നത്. പാപം വിപരീതമാവുമ്പോൾ പുണ്യമായി തീരുമല്ലോ. പുണ്യം കൊണ്ട് പാപം നശിക്കുകയും ചിത്തം സംശുദ്ധമായി തീരുകയും ചെയ്യും. ഭഗവത് ഭക്തി കൊണ്ട് പുണ്യം വർദ്ധിക്കുകയും ചെയ്യും. ശബരീ ദർശനത്തിൽ കൂടെ ഭക്തിയുടെ വളർച്ചയെയും പമ്പാവർണ്ണനത്തിൽ കൂടി പുണ്യവർദ്ധന കൊണ്ട് പാപക്ഷയത്തെയും ചിത്തശുദ്ധിയെയും ഒക്കെയാണ് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ചിത്തം നിർമ്മലമായാൽ തന്നെ വർദ്ധിച്ച സംസാരക്ലേശങ്ങളകന്ന് സാമാന്യേന സമാധാനവും വിശ്രാന്തിയും കിട്ടും. അതാണ് പമ്പാതടത്തിലെത്തിയപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് സമാധാനവും വിശ്രാന്തിയും കിട്ടി എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. സംശുദ്ധമായ ചിത്തത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന സദ്വിചാരങ്ങളെയാണ് പൊയ്കയിലെ മനോഹര വസ്തുക്കളായും ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്തശുദ്ധിയും സൽക്കർമ്മനിഷ്ഠയും ഉറയ്ക്കുന്നതോടെ ബ്രഹ്മചര്യം തുടങ്ങിയ സാത്വികധർമ്മങ്ങൾ നിഷ്ഠയോടെ ആചരിക്കാനും അത് ഹേതുവായിട്ട്
വിവേകമുദിക്കാനും ഇടയായിത്തീരുന്നുവെന്നാണ് ഇനി മേലോട്ടുള്ള കഥാഭാഗം കൊണ്ട് ഉപന്യസിക്കാൻ പോകുന്നത്. പമ്പാദർശനം കൊണ്ടും അവിടത്തെ വിശ്രമം കൊണ്ടും മിക്കവാറും ചരിതാർത്ഥന്മാരും സമാധാനചിത്തന്മാരുമായി തീർന്ന രാമലക്ഷ്മണന്മാർ വീണ്ടും നേരെ തെക്കോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ദ്രുതഗതിയിൽ കാട്ടിൽ കൂടെ നേരെ തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വിദൂരത്ത് ഉയരമേറിയ ഋഷ്യമൂകാചലത്തിൽ തന്റെ പ്രമുഖന്മാരായ 4 മന്ത്രിമാരോടുകൂടി ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സുഗ്രീവന്റെ ദൃഷ്ടികൾക്ക് ലക്ഷ്യമായി തീർന്നത്. ധനുർബാണധാരികളും കോമളന്മാരും എന്നാൽ പൌരുഷം കൊണ്ട് അന്തകതുല്യന്മാരുമായ ആ രാജകുമാരന്മാരെ കണ്ട സുഗ്രീവൻ ആകപ്പാടെ പരിഭ്രമിച്ചു. മുമ്പൊരിക്കലും ആ പ്രദേശത്ത് കണ്ടിട്ടില്ലാത്ത അവർ വിദേശികളാണെന്നതിന് സംശയമില്ല. അവരെന്തിന് ഈ ഭയങ്കര വനത്തിൽ വന്നു? എങ്ങും നോക്കാതെ നേരെ ദ്രുതഗതിയിൽ മുന്നോട്ട് നടക്കുന്നതിനാൽ അവർക്കെന്തോ തക്കതായ ഒരു ലക്ഷ്യമുണ്ടെന്നും തീർച്ചയാണ്. എന്ത് ലക്ഷ്യമാണ് ഈ കാട്ടിൽ? ഒരുപക്ഷെ ബാലിയുടെ പ്രേരണയെ പുരസ്കരിച്ച് തന്നോട് എതിർക്കാൻ വരുന്ന വല്ല ശത്രുക്കളുമായിരിക്കുമോ എന്നൊക്കെയായി സുഗ്രീവന്റെ ആലോചന. ഏതായാലും രാമലക്ഷ്മണന്മാരെ കണ്ട മുതൽ സുഗ്രീവന്റെ മനസ്സിന് സമാധാനമില്ലാതായി. കാര്യം സൂക്ഷ്മമായി അറിയണമെന്ന് തീർച്ചപ്പെടുത്തി. മാത്രമല്ല, അവർ ശത്രുപക്ഷപാതികളല്ലെങ്കിൽ സഖ്യം ചെയ്ത് ബന്ധുക്കളാക്കണമെന്നുകൂടിയും തീർച്ചപ്പെടുത്തി. അതിന്റെ ഫലമായി സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനിയും സമർത്ഥനുമായ ഹനുമാനെ വിവരം അന്വേഷിച്ചറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു. നിപുണനായ വായുപുത്രൻ സുഗ്രീവ സന്നിധിയിൽ നിന്ന് വിട്ടുമാറിയ ഉടനെ തേജസ്വിയായ ഒരു ബ്രഹ്മചാരിക്കുട്ടിയുടെ വേഷം ധരിച്ചു രാമസന്നിധിയിലേക്ക് യാത്രയായി. ഋഷ്യമൂകാചലത്തെ ലക്ഷ്യമാക്കി ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന രാമലക്ഷ്മണന്മാരുടെ പുരോഭാഗത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു ബ്രഹ്മചാരിക്കുട്ടി വന്നു നിന്നു. വിജനമായ ആ വനാന്തർഭാഗത്ത് പെട്ടെന്നൊരു ബ്രഹ്മചാരിക്കുട്ടിയെ കണ്ട രാമലക്ഷ്മണന്മാർ ആശ്ചര്യഭരിതരായി. അന്യോന്യം അഭിവാദനം ചെയ്ത് അവരവരുടെ വർത്തമാനങ്ങളെ കൈമാറി. രാമലക്ഷ്മണന്മാരുടെ ചരിത്രവും സീതാദേവിയുടെ വിയോഗം ഹേതുവായിട്ടുള്ള തൽക്കാല അവസ്ഥയുമൊക്കെ ബ്രഹ്മചാരിക്കുട്ടിയെയും സുഗ്രീവന്റെ സ്ഥിതിവിശേഷത്തെ രാമലക്ഷ്മണന്മാരെയും അന്യോന്യം അറിയിച്ചു. അനന്തരം സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന പക്ഷം സുഗ്രീവന്റെ സഹായത്തിൽ കൂടെ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ശ്രീരാമന്റെ സഹായത്തിൽ കൂടെ സുഗ്രീവനും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്നും അതിനാൽ രണ്ടുപേർക്കും അന്യോന്യ സഖ്യവും മൈത്രിയും ഹേതുവായി പല നന്മകളും ഉണ്ടാവുമെന്നും ബോധ്യപ്പെടുത്തി ഹനുമാൻ. ആഞ്ജനേയന്റെ ദൌത്യം വേണ്ട പോലെ ഫലിച്ചു. രാമലക്ഷ്മണന്മാർക്ക് അദ്ദേഹം പറഞ്ഞതെല്ലാം ബോധ്യമായി. അതിനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ സമ്മതിച്ചു. കഴിയുന്ന വേഗത്തിൽ രാമലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധിയിലെത്തിക്കാൻ ഹനുമാനും സന്നദ്ധനായി. തന്റെ കൃത്രിമ വേഷം മാറ്റി സ്വന്തം രൂപത്തിൽ പർവ്വതാകാരനായി ശ്രീരാമലക്ഷ്മണന്മാരെ 2 ചുമലിലുമെടുത്ത് വളരെ വേഗത്തിൽ ഋഷ്യമൂകാചലത്തിൽ ഉത്കണ്ഠാഭരിതനായിരിക്കുന്ന സുഗ്രീവന്റെ മുമ്പിലെത്തി. അന്യോന്യ അഭിവാദനങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അഭിമുഖമായിരുന്നു. അനന്തരം ഹനുമാൻ സുഗ്രീവന്റെ എല്ലാ ചരിത്രങ്ങളെയും ഭഗവാനെ ധരിപ്പിച്ചു. അതായത്, പരമശത്രുവായ ബാലിയുടെ ഉപദ്രവം കൊണ്ട് സുഗ്രീവൻ എവിടെയും ഇരിക്കാൻ വയ്യ. കണ്ടാൽ ബാലി കൊല്ലും. ബാലിക്ക് വരാൻ വയ്യാത്ത ഏക സ്ഥലം ഋഷ്യമൂകാചലം മാത്രമാണ്. അതുകൊണ്ടാണ് സുഗ്രീവൻ അവിടെ വന്നു കൂടിയിരിക്കുന്നത്. മാതംഗ മഹർഷിയുടെ ശാപം കൊണ്ട് ബാലിക്ക് ഇവിടെ വരാൻ വയ്യ. വന്നാൽ ശിരസ് പൊട്ടി മരിക്കും. സുഗ്രീവന്റെ ഭാര്യയെപ്പോലും ബാലി അപഹരിച്ചുകൊണ്ടുപോയി അനുഭവിച്ചു വരികയാണ്. അതുകൊണ്ട് ബാലിയെ കൊന്ന് സുഗ്രീവനെ രക്ഷിക്കണം എന്നുള്ളതാണ് ഹനുമാൻ പറഞ്ഞ വാക്കുകളുടെ ചുരുക്കം. അതുപോലെ ശ്രീരാമന്റെ എല്ലാ വർത്തമാനങ്ങളും ലക്ഷ്മണനും സുഗ്രീവനോട് പറഞ്ഞു. അതായത്, രാവണനായിരിക്കണം സീതയെ അപഹരിച്ചതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അന്വേഷിച്ച് സൂക്ഷ്മമായി അറിയണം. അങ്ങനെയാണെങ്കിൽ രാവണനെ കൊന്നിട്ടും സീതയെ വീണ്ടെടുക്കണം. അതിന് സുഗ്രീവൻ പൂർണ്ണമായി സഹായിക്കണം. ഇതാണ് ലക്ഷ്മണൻ പറഞ്ഞതിന്റെയും ചുരുക്കം. രണ്ടാളുടെ ആവശ്യങ്ങളും അന്യോന്യം അംഗീകരിക്കപ്പെട്ടു. വേഗത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിയെ സാക്ഷ്യപ്പെടുത്തി രണ്ടുപേരും അവരവർ ചെയ്തു തീർക്കാൻ ഏറ്റ കാര്യത്തെ പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിച്ചു. ബാലിയെ കൊന്ന് സുഗ്രീവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാമെന്ന് ശ്രീരാമനും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കുകയും രാവണവധത്തിൽ സഹായിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ
അന്യോന്യം പ്രതിജ്ഞ ചെയ്ത് ബന്ധുക്കളായി. അപ്പോൾ മുതൽ ബാലിവധത്തിനുള്ള ശ്രമവും തുടങ്ങി. സുഗ്രീവൻ ബാലിയുമായുള്ള വൈരത്തിന്റെ പശ്ചാത്തലം വിവരിച്ചുകൊടുത്തു. മായാവിയെന്ന് പ്രസിദ്ധനായ മയപുത്രൻ പണ്ടൊരിക്കൽ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ പോരിന് വിളിച്ചു. ക്രുദ്ധനായ ബാലി അട്ടഹസിച്ചുകൊണ്ട് അവനോട് യുദ്ധത്തിന് പോയി. ക്ഷണനേരം കൊണ്ട് ബാലിയുടെ മുഷ്ടിപ്രഹരത്താൽ തളർന്ന അസുരൻ ഭയപ്പെട്ടോടി തന്റെ ഗുഹയിൽ ഒളിച്ചു. വിടാതെ പിന്നാലെ ബാലിയും ഗുഹയിൽ പ്രവേശിച്ചു. അവനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയോടെ ഗുഹയിൽ കടക്കുമ്പോൾ സുഗ്രീവനെ ഗുഹാമുഖത്ത് പാറാവ് നിർത്തിയാണ് പോയത്. 1 മാസം കഴിഞ്ഞും ബാലി പുറത്തു വന്നില്ല. മാസാനന്തരം രക്തമാണ് ഗുഹയിൽ നിന്ന് പ്രവഹിച്ചത്. അത് കണ്ട് സുഗ്രീവൻ ബാലി മൃതനായെന്ന് ധരിച്ച് സങ്കടത്തോടെ ഗുഹാമുഖത്തെ പാറ കൊണ്ടടച്ചു. രാജധാനിയിൽ വന്ന് ബാലിയെ അസുരൻ കൊന്നുവെന്ന ദുഃഖവാർത്ത എല്ലാവരോടും പറഞ്ഞു. വാനരസംഘം മുഴുവൻ വല്ലാതെ വ്യസനിച്ചു. അരാജകത്വം ശരിയല്ലല്ലോ എന്ന് കരുതി ഇഷ്ടമില്ലെങ്കിൽ കൂടി മന്ത്രിമാരും പ്രജകളും കൂടി സുഗ്രീവനെ അഭിഷേകം കഴിച്ച് രാജാവാക്കി. കുറേക്കാലം സുഗ്രീവന്റെ ഭരണം നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ദിവസം ബാലി മടങ്ങിവന്നത്. സുഗ്രീവൻ കരുതിക്കുട്ടി ബാലി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഗുഹാമുഖം അടച്ചതെന്ന് തെറ്റിദ്ധരിച്ചു ബാലി. അപ്പോൾ മുതൽ കഠിനമായ ഈർഷ്യയോടെ ബാലി സുഗ്രീവനെ വധിക്കാനുള്ള ശ്രമം തുടങ്ങി. ഭയപ്പെട്ട് രാജ്യത്തിരിക്കാൻ നിവൃത്തിയില്ലാതെ സുഗ്രീവൻ ഓടിവന്ന് ഋഷ്യമൂകാചലത്തിൽ രക്ഷപ്പെട്ടു. ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നതിന് മറ്റൊരു ചരിത്രമുണ്ട്. അതും പറഞ്ഞുകൊടുത്തു സുഗ്രീവൻ. ദുന്ദുഭി എന്ന് പ്രസിദ്ധനായ അസുരൻ മഹാശക്തനും വലിയൊരു യോദ്ധാവുമാണ്. അവൻ ഒരു ദിവസം രാത്രി വലിയ ഒരു പോത്തിന്റെ വേഷത്തിൽ കിഷ്കിന്ധയെ വന്നാക്രമിച്ചു. ബാലി ക്രുദ്ധനായ അവനോട് എതിർത്ത് അവനെ അടിച്ചു കൊന്നു. പർവ്വതം പോലുള്ള അവന്റെ മൃതശരീരത്തെ ദൂരത്തു വലിച്ചെറിഞ്ഞു. മലിനമായ ആ അസുര ശരീരം ഋഷ്യമൂകാചലത്തിലാണ് വന്നു വീണത്. അക്കാലത്ത് അവിടെ മാതംഗ മഹർഷി തപസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമവും പരിസരങ്ങളും മുഴുവൻ അസുരന്റെ ചോര കൊണ്ടും മറ്റും മലിനമായി. മഹർഷി ക്രോധത്തോടെ ബാലിയെ ശപിച്ചു. മേലിൽ ആ പർവ്വതത്തിൽ ബാലി പ്രവേശിക്കുന്ന പക്ഷം തലപൊട്ടി മരിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. അതിനാൽ അന്നു മുതൽക്ക് ബാലി ഋഷ്യമൂകാചലത്തിലേക്ക് മാത്രം പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് സുഗ്രീവൻ ഇതുവരെ രക്ഷപ്പെട്ടുവെന്ന് പറയാം. ഇതാണ് ബാലി ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാത്തതിന്റെയും കാരണം. ഇങ്ങനെ അവരുടെ വൈരത്തിന്റെ പശ്ചാത്തലത്തെ മുഴുവൻ സുഗ്രീവൻ ഭഗവാനെ വിസ്തരിച്ച് കേൾപ്പിച്ചു. മരണപര്യന്തം മൈത്രിയോടുകൂടി കഴിയാൻ ഏകോദര സഹോദരന്മാരാക്കിയാണ് ഈശ്വരൻ അവർക്ക് ജന്മം കൊടുത്തതെങ്കിലും ബദ്ധവൈരത്തോടുകൂടിയാണ് അവർ കഴിഞ്ഞുവരുന്നത്. ആരും ഒന്നിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ജനനത്തിന്റെ പൂർവ്വദശയോ മരണത്തിന്റെ അനന്തരദശയോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ജനിച്ച ഓരോരുത്തരും മരിക്കണമെന്നത് തീർച്ചയാണ് താനും. ഈ ജഗത്തിന്റെ അനിഷേധ്യമായ നിയമങ്ങളോ ആർക്കും ലേശം പോലും മാറ്റാനുള്ള കഴിവുമില്ല. അതും എല്ലാവർക്കും അറിയാം. ആർക്കും അകറ്റാൻ കഴിയാത്ത മരണം ആരെ എപ്പോൾ ഏതു രൂപത്തിൽ വിഴുങ്ങുന്നുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ക്ഷണികമായ ജീവിതത്തിൽ അന്യോന്യ മത്സരം കൊണ്ട് എന്താണ് പ്രയോജനം? എങ്കിലും അതൊന്നും ആലോചിക്കാതെ മത്സരിക്കുകയും ചെയ്യും. ഇതാണ് ലോക സ്വഭാവം. ആ സ്വഭാവം ബാലി സുഗ്രീവന്മാരിലും വേണ്ട പോലെ പ്രകാശിച്ചു. അതിനാൽ സുഗ്രീവൻ ആർത്തനായി ഭഗവാനോട് അപേക്ഷിക്കാൻ തുടങ്ങി, കഴിയുന്ന വേഗത്തിൽ ബാലിയെ കൊന്നുതരണമെന്ന്. ശ്രീരാമൻ കാഴ്ചയിൽ തന്നെ പ്രഭാവശാലിയും മഹാശക്തനുമാണ്. എങ്കിലും ബാലിയോട് ഏറ്റുമുട്ടുമ്പോൾ എന്താവുമെന്ന് സുഗ്രീവൻ ഒരു ശങ്ക. ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ബന്ധുവിന് വല്ല ആപത്ത് പറ്റാനും കൂടി ഇടവന്നാൽ വളരെ കഷ്ടമാവുമല്ലോ. അതിനാൽ ശ്രീരാമന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചിട്ട് ബാലിയുമായി യുദ്ധത്തിന് വിടുന്നതാണ് നല്ലതെന്ന് പോലും തോന്നി സുഗ്രീവന്. അതിന്റെ ഫലമായി അവിടെ ഒരിടത്ത് കിടക്കുന്ന ദുന്ദുഭിയുടെ അസ്ഥിഭാരത്തെ നീക്കാനും വൃത്താകാരമായി നിൽക്കുന്ന 7 കരിമ്പനകളെ ഒരു ശരം കൊണ്ട് എയ്ത് മുറിക്കാനും ഭഗവാനോട് ആവശ്യപ്പെട്ടു സുഗ്രീവൻ. ശക്തിയും ആയാസവും സാമർഥ്യവും പ്രകടിപ്പിക്കേണ്ട പ്രസ്തുത പ്രവൃത്തികളെ ചെയ്താൽ ശ്രീരാമന് ബാലിയെ കൊല്ലാൻ കഴിയുമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് സുഗ്രീവൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഭഗവാനാകട്ടെ അല്പം പോലും വിഷമം കൂടാതെ സുഗ്രീവൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു.
സുഗ്രീവൻ സന്തോഷം കൊണ്ടും ആശ്ചര്യം കൊണ്ടും മതിമറന്ന് ഭഗവാനെ വീണ്ടും വീണ്ടും വാഴ്ത്തി സ്തുതിച്ചു. ഇതോടെ ബാലിവധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി യുദ്ധത്തിനിറങ്ങുകയേ വേണ്ടതുള്ളൂ എന്ന നിലവന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബാലിയെ കൊല്ലാൻ എല്ലാ പ്രകാരത്തിലും പ്രാപ്തനാണെന്ന് സുഗ്രീവന് പൂർണ്ണ ബോധ്യവും വന്നു. മാത്രമല്ല, സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായി അവതരിച്ചിരിക്കുന്നതെന്നും കാരുണ്യാതിരേകത്താൽ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നതെന്നും കൂടി സുഗ്രീവന് ബോധ്യം വന്നു. അതിനാൽ അതുവരെ ഉണ്ടായിരുന്ന ഭീരുത്വവും മൗഢ്യവും നീങ്ങി ധീരതയും ഉത്സാഹവും വളർന്നു. ആ സന്ദർഭത്തിലാണ് ഭഗവാൻ സുഗ്രീവനോട് ബാലിയെ പോരിന് വിളിക്കാൻ പറഞ്ഞത്. സുഗ്രീവൻ ബാലി തന്നെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ബാലിയെ കൊന്ന് തന്നെ രക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഉത്സാഹഭരിതനായി അട്ടഹസിച്ചുകൊണ്ട് കിഷ്കിന്ധ രാജധാനിയുടെ പുരോഭാഗത്ത് ചെന്ന് പലതും ഭർത്സിച്ചുകൊണ്ട് ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവന്റെ ഭർത്സനങ്ങളും അട്ടഹാസങ്ങളും കേട്ട് ക്രുദ്ധനായ ബാലി ഭയങ്കരമാമണ്ണം അട്ടഹസിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് പാഞ്ഞുവന്നു. വിശാലമായ മൈതാനത്തിൽ വെച്ച് ആ രണ്ട് യോദ്ധാക്കളും തമ്മിൽ ഭയങ്കരമായ സംഘട്ടനം ആരംഭിച്ചു. അത്യന്ത ഭയാനകമായി തീർന്നു അവരുടെ യുദ്ധം. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് സുഗ്രീവൻ ബാലിയുടെ മുഷ്ടിപ്രഹരത്താൽ തളർന്നു പരവശനായി. ഇനിയും കുറച്ചു സമയം കൂടി യുദ്ധം നീണ്ടുനിൽക്കുന്ന പക്ഷം സുഗ്രീവൻ മരിക്കുമെന്ന നിലയായി. ശ്രീരാമചന്ദ്രന്റെ ആത്മാർത്ഥതയിലും സത്യത്തിലും കൂടി സുഗ്രീവന് സംശയം ജനിച്ചു. ഏതായാലും ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കേണ്ടെന്ന് കരുതി തളർന്നു പരവശനായ സുഗ്രീവൻ പോർക്കളത്തിൽ നിന്നെങ്ങിനെയോ ഓടിപ്പോന്നു. ഭഗവാന്റെ മുമ്പിൽ വന്നു വീണ് ആർത്തനായി നിലവിളിക്കാൻ തുടങ്ങി. സുഗ്രീവന്റെ പാരവശ്യവും നിസ്സഹായതയും കണ്ട് എല്ലാവരുടെയും മനസ്സലിഞ്ഞു. അപ്പോൾ ഭഗവാൻ വാത്സല്യത്തോടുകൂടും വണ്ണം സുഗ്രീവനെ തടവിക്കൊണ്ട് പറഞ്ഞു, ഏകോദര സഹോദരന്മാരായ നിങ്ങൾ തമ്മിലുള്ള അത്യന്ത ഐകരൂപ്യത്താൽ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് യുദ്ധമധ്യത്തിൽ ബാലിയുടെ നേർക്ക് ശരമയക്കാതിരുന്നത്. ശത്രുബുദ്ധിയോടെ അയക്കുന്ന ബാണം ബന്ധുവിന്റെ ദേഹത്തിലാണ് പതിക്കാനിടവന്നതെങ്കിൽ പിന്നത്തെ കഥ ഇതിലും ദയനീയമായി തീരുമല്ലോ. അതുകൊണ്ട് പരിഭ്രമിക്കണ്ട. നിനക്ക് ഞാൻ പ്രത്യേകം ഒരടയാളമുണ്ടാക്കി തീർത്ത് പറഞ്ഞയക്കാം. ഒരിക്കൽ കൂടെ ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. ആ യുദ്ധത്തിൽ അടയാളം കൊണ്ട് നിന്നെ തിരിച്ചറിഞ്ഞ് ബാലിയെ കൊന്നോളാം. ശ്രീരാമന്റെ വാക്ക് കേട്ടപ്പോൾ കാര്യം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഉടനെ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഒരു പുഷ്പമാല്യം കൊണ്ട് ഭഗവാൻ സുഗ്രീവന്റെ കണ്ഠത്തെ അലങ്കരിച്ചു. വീണ്ടും യുദ്ധത്തിന് പോവാൻ പ്രേരിപ്പിച്ചു. സുഗ്രീവൻ ഉത്സാഹഭരിതനായി യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൽ ശത്രുവിനോട് തോറ്റ് അവശനായി ഓടിപ്പോയവൻ ഉടനെ തന്നെ വന്ന് ശത്രുവിനെ യുദ്ധത്തിന് വിളിക്കുന്നുവെന്ന് വന്നാൽ അവന് തക്കതായ ബന്ധുവിനെ സഹായിയായി കിട്ടിയിട്ടുണ്ട് എന്നർത്ഥമാണ്. അതിനാൽ ഇപ്പോൾ യുദ്ധത്തിന് പോവരുതെന്ന് പറഞ്ഞ് താര ബാലിയെ തടഞ്ഞു. മാത്രമല്ല, അയോധ്യ രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാർ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബന്ധുക്കളായി തീർന്നിട്ടുണ്ടെന്നും അവർ ബാലിയെ കൊന്നുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ഒരു കിംവദന്തി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടായാലും ഇപ്പോൾ യുദ്ധത്തിന് പോവേണ്ടെന്ന് പറഞ്ഞ് താര ബാലിയെ ബലമാകും വണ്ണം വിലക്കി. പക്ഷേ ധീരനും ശൂരനുമായ ബാലിയുണ്ടോ അതിനൊക്കെ വഴങ്ങുന്നു. താരയുടെ തടസ്സവാദങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അപ്പോൾ തന്നെ ബാലി അട്ടഹസിച്ചുകൊണ്ട് യുദ്ധത്തിന് ചാടിയിറങ്ങി. ശക്തന്മാരും ധീരന്മാരുമായ ആ രണ്ട് യോദ്ധാക്കന്മാരും തമ്മിൽ ഭയങ്കരമായ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നതിന് മധ്യേ ഒരു വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞു നിന്നിരുന്ന ശ്രീരാമൻ ബാലിയെ ലക്ഷ്യമാക്കി ഒരു ശരമയച്ചു. ലക്ഷ്യം പിഴയ്ക്കാതെ ശരം മാറിൽ തറച്ചതോടെ ബാലി മോഹാലസ്യപ്പെട്ട് മറിഞ്ഞു വീണു. ഉടനെ ഭഗവാൻ ബാലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ബോധം വന്ന് കണ്ണുമിഴിച്ചപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട ബാലി ഭഗവാനെ പല പ്രകാരത്തിൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ശ്രീരാമന്റെ പ്രവൃത്തി തികച്ചും അന്യായമാണെന്നാണ് ബാലിയുടെ വാദം. ഒന്നാമത് കുരങ്ങൻ, രണ്ടാമത് ശ്രീരാമന് പ്രത്യേകമായി അപരാധമൊന്നും ചെയ്യാത്തവൻ, മൂന്നാമത് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാതെ ഒളിഞ്ഞു നിന്ന് കപടമായി കൊല്ലൽ. യോഗ്യനും പൌരുഷശാലിയുമായ ഒരു ക്ഷത്രിയന് യോജിക്കുന്നതല്ല
ഇതൊന്നും. എങ്കിലും ബന്ധുവായി തീർന്ന സുഗ്രീവന് വേണ്ടി ചെയ്യേണ്ടി വന്നതാണെന്ന് പറയുന്ന പക്ഷം സുഗ്രീവന്റെ ബന്ധുത്വം കൊണ്ട് എന്ത് നേട്ടമാണുണ്ടായത്? അല്ലെങ്കിൽ ബാലിയുടെ ശത്രുത്വം കൊണ്ട് എന്ത് ദോഷമാണുണ്ടായത്? എന്നീ രൂപത്തിലാണ് ബാലിയുടെ ആക്ഷേപങ്ങൾ. അങ്ങനെ കുറെ അധികം ആക്ഷേപങ്ങൾ വർഷിച്ചു ബാലി. ന്യായം മുഴുവൻ ബാലിയുടെ ഭാഗത്താണ്. ആ നിലയ്ക്ക് ശ്രീരാമൻ ചെയ്തത് തികച്ചും അന്യായമാണെന്നേ കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നൂ. എങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ 2-4 വാക്കുകൾ കൊണ്ട് ഭഗവാൻ ബാലിയുടെ എല്ലാ ന്യായവാദങ്ങളെയും തകർത്തു. ന്യായവും സത്യവും ഒന്നാവാൻ വിരോധമില്ല. എന്നാൽ മിക്കപ്പോഴും രണ്ടായിട്ടിരിക്കുമെന്നതാണ് സ്വഭാവം. ന്യായം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ളതാണ്. സത്യം അനുഭവിക്കാനുള്ളതാണ്. ന്യായത്തെ മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുക്കാം. സത്യത്തെ അത് സാധ്യമല്ല. അസത്യം പലപ്പോഴും ന്യായമാവാം. എന്നാൽ സത്യം ഒരിക്കലും അന്യായമല്ല. ഈ ലോകം ന്യായമാണ്, സത്യമല്ല. അതിനാൽ ലോകത്തിലുള്ളവർക്ക് ന്യായമാണ്, സത്യമല്ല ആവശ്യം. ഈശ്വരൻ സത്യമാണ്, ന്യായം മാത്രമല്ല. അതിനാൽ ഈശ്വരന് ഹിതം സത്യമാണ്. സത്യത്തെ സംരക്ഷിക്കാനാണ്, ന്യായത്തെ പരിപാലിക്കാനല്ല ഭഗവാന്റെ അവതാരവും വനവാസവും. സത്യത്തിന്റെ ദൃഷ്ടിയിൽ ബാലിയെ കൊന്നത് ശരിയാണ്. ന്യായത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന് ഒന്നിനെ തള്ളിക്കളയേണ്ടി വരുന്നിടത്ത് ന്യായത്തെയാണ്, സത്യത്തെയല്ല തള്ളിക്കളയേണ്ടത്. അതാണ് ശ്രീരാമൻ ചെയ്തത്. അതിനെയാണ് 2-4 വാക്കുകളെക്കൊണ്ട് ബോധ്യപ്പെടുത്തിയതും. വിവേകിയായ ബാലിക്ക് അത് ബോധ്യമായി. പിന്നീടൊരക്ഷരം മിണ്ടിയില്ല. ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അവസാനം തന്റെ പുത്രനായ അംഗദനെ സംരക്ഷിക്കണമെന്ന് ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ധീരയോദ്ധാവ് ശരീരം വിട്ട് വീരസ്വർഗത്തെ പ്രാപിച്ചു. ബാലി മരിച്ച വർത്തമാനം അരമനയിൽ അറിഞ്ഞതോടെ ദുഃഖാർത്തയായ താര മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിവന്നു. ശവശരീരത്തിൽ വീണുരുണ്ട് പല ആവലാദികളും പറഞ്ഞു. താരയെ ജ്ഞാനവും ഉപദേശം കൊണ്ട് ഭഗവാൻ സമാധാനിപ്പിച്ചു. അനന്തരം സുഗ്രീവനെക്കൊണ്ട് ബാലിയുടെ ശവസംസ്കാരാദി കാര്യങ്ങളെ ഭംഗിയായി നിർവഹിപ്പിച്ചു. സുഗ്രീവനെ പട്ടാഭിഷേകം കഴിച്ച് കിഷ്കിന്ധയുടെ രാജാവാക്കി. പിന്നീട് കുറച്ചുകാലം രാജകീയ ഭോഗങ്ങളോടുകൂടി അരമനയിൽ സുഖമായി വിശ്രമിക്കാൻ വേണ്ടി സുഗ്രീവനെയും പരിവാരങ്ങളെയും കിഷ്കിന്ധ രാജധാനിയിലേക്ക് അയച്ചു. അപ്പോഴേക്ക് മഴക്കാലമായതിനാൽ ഭഗവാൻ ചാതുർമാസ്യ ദീക്ഷയെ വരിച്ചു. ഋഷ്യമൂകാചലത്തിൽ തന്നെ ഒരു ഗുഹയിൽ ഏകാന്തവാസവും ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയാണ് കഥാസ്വരൂപം. ഇനി അതിന്റെ താത്വിക സ്വരൂപത്തെ വീക്ഷിക്കാം. ശബരീ ദർശനം കൊണ്ട് പ്രാകൃത ഭക്തിയെയും പമ്പാവർണ്ണനം കൊണ്ട് ചിത്തശുദ്ധിയെയുമാണ് ഉപന്യസിച്ചത് എന്നിതിനു മുമ്പ് പറഞ്ഞുവല്ലോ. ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കാലം കൊണ്ട് വിവേകമുണ്ടാവും. അതാണ് സുഗ്രീവ സഖ്യം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. വിവേകത്തെയും അവിവേകത്തെയുമാണ് ഇവിടെ സുഗ്രീവനും ബാലിയുമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരമ്മയിൽ 2 അച്ഛന്മാരുടെ മക്കളാണല്ലോ ബാലി സുഗ്രീവന്മാർ. മായയും അജ്ഞാനവും കൂടി ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടി ചേർന്നതാണ് വിവേകം. രണ്ടും കണ്ടാൽ ഒരുപോലിരിക്കും. വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ വിഷമമാണ്. മിക്കപ്പോഴും തമ്മിൽ മാറിക്കൊണ്ടിരിക്കും. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് തന്നെ വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്ന വിഷയത്തിൽ മിക്കപ്പോഴും പ്രമാദം പറ്റാം എന്നു വന്നാൽ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. ശ്രീരാമന് തന്നെ ബാലി സുഗ്രീവന്മാരെ തിരിച്ചറിയാൻ വിഷമമായെന്ന് പറഞ്ഞതിന്റെ താൽപര്യവും അതുതന്നെ. അടയാളം കൊണ്ടാണ് ശ്രീരാമൻ പിന്നീട് അവരെ തിരിച്ചറിഞ്ഞത്. അടയാളം കൊണ്ടുവേണം വിവേക അവിവേകങ്ങളെ തിരിച്ചറിയാൻ. വിഷയേച്ഛ ഉണ്ടാവും അവിവേകത്തിൽ, ഈശ്വരാർപ്പണ ബുദ്ധി വിവേകത്തിലും. ഈ അടയാളങ്ങളെ കൊണ്ടുവേണം അവയെ തിരിച്ചറിയാൻ. വിവേകം അവിവേകത്തോട് പലപാട് സംഘട്ടനം ചെയ്ത് ഒടുവിൽ ഈശ്വര ആനുകൂല്യത്തിൽ കൂടെ അവിവേകത്തെ കേവലം നശിപ്പിച്ച് വിജയിയായി തീരുവാനുള്ള തത്വത്തെയാണ് ബാലി സുഗ്രീവ യുദ്ധവും അതിന്റെ മധ്യത്തിൽ ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നതുമായ ചരിത്ര സ്വരൂപത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചിത്തശുദ്ധി വന്നാലും സത്യ, അഹിംസ, ബ്രഹ്മചര്യാദി സാത്വിക ധർമാനുഷ്ഠാനങ്ങളെക്കൊണ്ടാണ് ഒരാൾക്ക് വിവേകമുണ്ടാവുന്നത്. അതാണ്
ശ്രീരാമനെയും സുഗ്രീവനെയും കൂട്ടിയോജിപ്പിക്കാൻ മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയെ അവതരിപ്പിച്ചതിന്റെ താൽപര്യം. നൈഷ്ഠിക ബ്രഹ്മചര്യമുള്ള ഒരാൾ വളരെ വേഗത്തിൽ വിവേകത്തെ പ്രാപിക്കും. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിലെടുത്താണ് അതിശീഘ്രം സുഗ്രീവ സന്നിധിയിലെത്തിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യം സാധകനെ വിവേകത്തിനടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകുമെന്നും കാണിക്കയാണ്. ബ്രഹ്മചര്യമില്ലെങ്കിൽ മറ്റെന്തെല്ലാം ധർമാനുഷ്ഠാനങ്ങളുണ്ടായാലും വിവേകപ്രാപ്തി വിഷമവുമാണ്. ഹനുമാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മറ്റെല്ലാവരും ഉണ്ടെങ്കിൽ കൂടി രാമസുഗ്രീവ സഖ്യത്തിന് കാലതാമസം നേരിടുകയെങ്കിലും ചെയ്യുമായിരുന്നു. പ്രണവമാണ് താര. പ്രണവോപാസനം വിവേകത്തോടുകൂടിയായാൽ മുക്തിയും അവിവേകത്തോടുകൂടിയായാൽ നാശവുമാണ് ഫലം. അതാണ് വിവേകിക്കേ പ്രണവോപാസനം പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ താൽപര്യം. ബാലിയിൽ താര ശോഭിക്കില്ല. താര ഹേതുവായി ബാലിക്ക് നാശമാണ് വന്നു ചേർന്നത്. അതേ താര തന്നെ സുഗ്രീവനോട് ചേർന്നപ്പോൾ സുഗ്രീവൻ മുക്തനാവുകയാണ് ചെയ്യുന്നത്. പ്രണവോപാസനം വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ വിവേകത്തോടുകൂടിയാവണമെന്ന് മാത്രം. അല്ലെങ്കിൽ ശ്രേയസ്സില്ലെന്ന് മാത്രമല്ല, അധപ്പതനം സംഭവിക്കാൻ വിരോധവുമില്ല. ശരീരാഭിമാനത്തെയും അഹങ്കാരത്തെയും നിരസിച്ചുകൊണ്ടുള്ള പ്രണവോപാസനം വളരെ വേഗത്തിൽ സാധകനെ മുക്തിയിലേക്ക് ഉയർത്തുന്നു. ശരീരാഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടിയുള്ള പ്രണവോപാസനമാകട്ടെ അധപ്പതനത്തിലും എത്തിക്കുന്നു. വിവേകം കൊണ്ട് ശരീരാഭിമാനത്തെയും ശരീരധർമ്മങ്ങളിലുള്ള മമതയെയും അകറ്റി അവിവേകത്തെ നശിപ്പിച്ചാണ് പ്രണവോപാസനം ആരംഭിക്കേണ്ടതെന്നാണ് ബാലിവധത്തിനു മുമ്പുള്ള അസ്ഥികൂടത്തിന്റെ എറിയലും താലഭഞ്ജനവുമാകുന്ന രണ്ടാഖ്യാനങ്ങളെക്കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. കേവലം അസ്ഥികൂടം തന്നെ ഈ ശരീരം. ഇതിലുള്ള അഹന്താ മമതകൾ വിദൂരത്തേക്ക് അകറ്റപ്പെടേണ്ടവയാണ്. രസ, രക്ത, മാംസ, മേധോസ്ഥി, മജ്ജ, ശുക്ലങ്ങളാകുന്ന സപ്തധാതുക്കളുടെ വികാരങ്ങളെയും വിഷയങ്ങളെയും ഭുജിക്കുന്നതിലുള്ള ആസക്തിയെയും നശിപ്പിക്കേണ്ടതാണ്. രസാദി സപ്തധാതുക്കളെയാണ് 7 കരിമ്പനകളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് വിട്ടാൽ മറ്റൊന്ന് എന്ന തോതിൽ അവസാനമില്ലാത്തവയാണ് അവയുടെ തൃഷ്ണയെന്ന് കാണിക്കാനാണ് വൃത്താകൃതിത്വം ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ദുന്ദുഭിയുടെ അസ്ഥികൂടത്തെ നിഷ്പ്രയാസം വലിച്ച് ദൂരത്തെറിയുകയും സപ്തതാലങ്ങളെ ഒരു ശരം കൊണ്ട് മുറിച്ചിടുകയും ചെയ്തപ്പോഴാണല്ലോ ശ്രീരാമൻ ബാലിവധത്തിന് പ്രാപ്തനാണെന്ന് ബോധ്യം വന്നത്. ശരീരാഭിമാനത്തെ ദൂരത്തെറിയുകയും ധാതുവികാരങ്ങളെ നിശ്ശേഷം അകറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അവിവേകത്തെ ജയിക്കാൻ പ്രാപ്തനായിത്തീരുന്നത്. അവിവേകത്തെ നിശ്ശേഷം ജയിച്ച് പൂർണ്ണ വിവേകിയായിത്തീരുമ്പോൾ സാധകൻ സ്വതന്ത്രനും നിർഭയനുമായിത്തീരുന്നു. പ്രണവോപാസനം അതിന് തികച്ചും ഫലപ്രദവും സുഗമവുമാണ് താനും. ബാലിയെ കൊന്നപ്പോൾ സുഗ്രീവൻ സ്വതന്ത്രനും നിർഭയനുമായി. താര സുഗ്രീവനെ ആശ്രയിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ വിലമതിക്കാൻ കഴിയാത്ത അനേകം തത്വരത്നങ്ങളാണ് കിഷ്കിന്ധാകാണ്ഡത്തിലെ പൂർവാർദ്ധ കഥാഗോളത്തിൽ കൂടെ പ്രവഹിക്കുന്നത്. അനർഘങ്ങളായ പ്രസ്തുത രത്നങ്ങളെ പെറുക്കിയെടുത്ത് കോർത്തിണക്കുന്നവർക്ക് വേദാന്തജ്ഞാനമാകുന്ന അമൃതസമുദ്രത്തിന്റെ അടിയിൽ മുങ്ങി ആറാടി രസിക്കുകയും ചെയ്യാം. ചാതുർമാസ്യ ദീക്ഷയും വരിച്ച് ഭഗവാൻ ഗുഹാന്തർഭാഗത്ത് ഏകാന്തമായ ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലക്ഷ്മണൻ ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിക്കാനും ഭഗവാൻ പറയാനുമിടയായത്. ചിത്തശുദ്ധി വന്ന് ഭഗവാനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടാവാനും ഭക്തന്മാർക്ക് ചിത്തത്തിന്റെ ഏകാഗ്രതയ്ക്കും ഏറ്റവും പറ്റിയതാണ് ക്രിയായോഗം. സർവഭൂതാന്തർഗതനും നാമരൂപാതീതനുമായ ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ നിന്ന് തന്നെ ഇഷ്ടദേവതാ സ്വരൂപേണ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കലാണ് ക്രിയായോഗത്തിന്റെ സ്വരൂപമായി ഇവിടെ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളാകുന്ന പഞ്ചോപചാരങ്ങൾ വഴിക്ക് തന്റെ അജ്ഞാനത്തെയും നിവേദ്യത്തിന്റെ രൂപത്തിൽ തന്നെയും ഈശ്വരൻ അർപ്പിച്ച് സ്വയം ഈശ്വരമയനായി തീരുക എന്നതാണ് പൂജയുടെ തന്നെ അടിസ്ഥാന തത്വം. സങ്കല്പങ്ങളും കർമ്മങ്ങളും അനുഭവങ്ങളുമാകുന്ന രൂപത്തിലാണ് ഒരാൾ തന്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. അനുഭവങ്ങളാണ് സുഖദുഃഖാത്മകങ്ങളായിരിക്കുന്നത്. അനുഭവങ്ങൾ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളാണെന്ന കാരണത്താൽ അനുഭവങ്ങൾക്കാസ്പദം കർമ്മങ്ങൾ തന്നെ.
കർമ്മങ്ങൾക്കാസ്പദം സങ്കല്പങ്ങളുമാണ്. സങ്കല്പങ്ങളാകട്ടെ നാമരൂപാത്മകങ്ങളായിട്ടാണിരിക്കുന്നത്. നാമരൂപങ്ങളെല്ലാം പഞ്ചഭൂതമയങ്ങളുമാണ്. ഈ സ്ഥിതിക്ക് ജീവന് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും കേവലം ഭൂതാത്മകങ്ങളാണെന്ന് വ്യക്തമാവുന്നു. ജീവൻ തന്റെ അജ്ഞാനത്തെ പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളുമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ജീവന്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായ ജഗത്ത്. ഈശ്വര ചൈതന്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഈശ്വരനിലേ അത് ലയിക്കുകയും ചെയ്യും. അങ്ങനെ പഞ്ചഭൂതാത്മകമായ ജഗത്തായി നിലനിൽക്കുന്ന തന്റെ തന്നെ അജ്ഞാനത്തെ ഈശ്വരങ്കൽ അർപ്പിച്ച് ലയിപ്പിക്കുക എന്നുള്ളതാണ് പൂജ കൊണ്ട് സാധിക്കുന്നത്. താനടക്കം തന്റെ അജ്ഞാനത്തെ ഭഗവാങ്കൽ അർപ്പിക്കുന്നതിനാൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു. ജലം ജലഭൂതത്തിന്റെയും, ഗന്ധം അല്ലെങ്കിൽ ചന്ദനം ഭൂമിയുടെയും, പുഷ്പം ആകാശത്തിന്റെയും, ധൂപം വായുവിന്റെയും, ദീപം അഗ്നിയുടെയും പ്രതീകങ്ങളാണ്. അവ ഈശ്വരങ്കൽ അർപ്പിക്കപ്പെടുമ്പോൾ അജ്ഞാനം നീങ്ങിയ ജീവത്വം മാത്രം ശേഷിക്കുന്നു. അതാണ് നിവേദ്യസ്വരൂപേണയും അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ താനടക്കം തന്റെ അജ്ഞാനം മുഴുവൻ ഈശ്വരങ്കൽ അർപ്പിക്കപ്പെടുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർവികൽപഭാവത്തിൽ കൂടി ഈശ്വരത്വം പ്രകാശിക്കാനിടയായിത്തീരുന്നു. ഈ തത്വമാണ് പൂജയിൽ കൂടെ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. പൂജകന് പൂജ കൊണ്ട് ചിത്തശുദ്ധിയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും ഉണ്ടാവുമ്പോൾ പ്രസ്തുത തത്വം ഗ്രഹിക്കാനും അനുഭവിക്കാനും ഇടയായിത്തീരും എന്ന തത്വത്തെ ഉള്ളിലിരുത്തിക്കൊണ്ട് വിസ്തരിച്ച തോതിൽ താന്ത്രികമായ ക്രിയായോഗത്തെ ഭഗവാൻ ലക്ഷ്മണൻ ഉപദേശിച്ചു. അങ്ങനെ തത്വവിചാരത്തോടും സൽക്കഥാലാപത്തോടും കൂടി അവർ ചാതുർമാസ്യകാലത്തെ ഒഴിവു സമയങ്ങളെ കഴിച്ചുകൂട്ടി. ചാതുർമാസ്യ ദീക്ഷാകാലം കഴിയുമ്പോഴേക്ക് സീതാന്വേഷണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളോടെ വരാമെന്നായിരുന്നു സുഗ്രീവന്റെ പ്രതിജ്ഞ. എങ്കിലും ചാതുർമാസ്യ ദീക്ഷാകാലം കഴിഞ്ഞിട്ടും സുഗ്രീവനെയോ മന്ത്രിമാരെയോ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒരു ദിവസം ക്രുദ്ധനായി ലക്ഷ്മണനോട് ഉടനെ തന്നെ കിഷ്കിന്ധയിൽ പോയി സുഗ്രീവനോട് വിവരം പറയാൻ കൽപ്പിച്ചു. അത് കേട്ടതോടെ ലക്ഷ്മണൻ ഭഗവാനേക്കാൾ ക്രോധഭാവത്തിൽ കിഷ്കിന്ധ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. വില്ലിന്റെ ചെറുഞാണൊലി ശബ്ദത്തോടും സുഗ്രീവനെയും വാനരന്മാരെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ലക്ഷ്മണന്റെ വരവ് കണ്ടപ്പോൾ തന്നെ വാനരന്മാരൊക്കെ ഭയപ്പെട്ട് രാജധാനിയുടെ അകത്ത് ചെന്ന് സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു. സുഗ്രീവനും തന്റെ അവിവേകത്തിൽ ആകപ്പാടെ പരിഭ്രമിച്ചു. വേഗത്തിൽ ലക്ഷ്മണനെ സമാധാനിപ്പിക്കാനായി ഹനുമാനെ വിളിച്ചു പറഞ്ഞയച്ചു. ഹനുമാൻ വഴിയിൽ വെച്ച് ലക്ഷ്മണനെ സ്വീകരിച്ച് സാന്ത്വന വാക്കുകളെക്കൊണ്ട് സമാധാനിപ്പിച്ച് രാജധാനിയുടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്തഃപുരത്തിന്റെ പുരോഭാഗത്ത് വെച്ച് താരയും ലക്ഷ്മണനെ സ്വീകരിച്ച് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് ശാന്തനാക്കി സുഗ്രീവ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുഗ്രീവൻ ലക്ഷ്മണനോട് വന്നുപോയ കാലതാമസമാകുന്ന പ്രമാദത്തിന് മാപ്പ് ചോദിച്ച് സമാധാനിപ്പിച്ച് അപ്പോൾ തന്നെ തന്റെ പരിവാരങ്ങളോടും ലക്ഷ്മണനോടും കൂടി ഋഷ്യമൂകാചലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. സുഗ്രീവൻ തന്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി ഭഗവാനെ വന്നു വണങ്ങി ക്ഷമായാചനം ചെയ്ത് സന്തോഷിപ്പിച്ചു. അനന്തരം ദേശാന്തരങ്ങളിൽ പോയ വാനരന്മാരെയൊക്കെ സീതാന്വേഷണമാകുന്ന പ്രത്യേക കാര്യത്തിന് വരുത്താൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലേക്കും ആളെ അയച്ചു. വാനരസംഘങ്ങളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നു. ഏതാണ്ട് ഒരു മാസമായപ്പോഴേക്ക് ദേശാന്തരങ്ങളിലും ദ്വീപാന്തരങ്ങളിലും പോയിരുന്ന എല്ലാ വാനരന്മാരും തിരിച്ചുവന്നു. അതോടെ സീതാന്വേഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സംഘം സംഘമായി പിരിഞ്ഞ് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരാൻ സുഗ്രീവൻ നിർദ്ദേശിച്ചയച്ചു. 2 മാസക്കാലം അവർക്ക് അവധിയും കൊടുത്തു. സീതാദേവിയെ കാണാതെ 2 മാസമാകുന്ന അവധിക്കുള്ളിൽ വരാത്തവരെ വധിക്കുമെന്ന് താക്കീതും ചെയ്തു. സുഗ്രീവന്റെ മന്ത്രിമാരടക്കം സകല വാനരന്മാരും സീതാന്വേഷണത്തിനു വേണ്ടി വിദൂരങ്ങളിലേക്ക് യാത്രയായി. സമുദ്രപര്യന്തമുള്ള ഭൂവിഭാഗം മുഴുവൻ അന്വേഷണം കഴിച്ചേ മടങ്ങാവൂ എന്നാണ് അവർക്കുള്ള രാജകൽപ്പന. അതിനെ പുരസ്കരിച്ച് 4 സംഘമായി പിരിഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമാകുന്ന 4 ദിക്കുകളിലേക്കും അവർ പോവുകയും ചെയ്തു. തെക്കോട്ട് പോവാൻ പുറപ്പെട്ട സംഘത്തിലെ പ്രബലനായ ഹനുമാനെ വിളിച്ച് ഭഗവാൻ തന്റെ കൈവിരലിൽ ഇട്ടിരിക്കുന്ന മോതിരത്തെ ഊരിക്കൊടുത്തു. സീതാദേവിക്ക് രാമദൂതൻ തന്നെയാണെന്ന് ബോധ്യം വരത്തക്ക നിലയിൽ മറ്റാർക്കുമറിയാത്ത ഒരടയാളവാക്യത്തെയും പറഞ്ഞുകൊടുത്തു.
വാനരസംഘങ്ങൾ ചാടിത്തിമിർത്തുകൊണ്ട് 4 ഭാഗത്തേക്കും കുതിച്ചു. അങ്ങനെ തെക്കോട്ട് പോയ സംഘം കുറെ ദിവസങ്ങളെക്കൊണ്ട് നാടും നഗരങ്ങളും കാടും പർവ്വതങ്ങളും അതിക്രമിച്ച് വളരെ വിദൂരത്തെത്തി. ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് അസഹ്യമായ വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ വാനരന്മാർ പരവശന്മാരായി 4 പാടും അലയാൻ തുടങ്ങി. യാതൊരാഹാരപദാർത്ഥവും ആ പ്രദേശത്തൊന്നും അവർക്ക് കിട്ടിയില്ല. കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയെന്നായി. കാട് മുഴുവൻ തിരിഞ്ഞു നോക്കിയിട്ടും ഒരു ജലാശയം പോലും കണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പരവശന്മാരായ വാനരന്മാർ കാട്ടിൽ കൂടെ പതുക്കെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുഹാമുഖം കണ്ടു. അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഗുഹയിൽ നിന്ന് ചില പക്ഷികൾ പുറത്തേക്ക് പറന്നു വരുന്നതായും അവയുടെ കാലിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നതായും കണ്ടു. അത് കണ്ടപ്പോൾ വാനരന്മാർക്ക് വളരെ സന്തോഷമായി. കാരണം ഗുഹയിൽ വെള്ളമുണ്ടെന്നും അതിൽ നിന്നാണ് ആ വനത്തിലുള്ള ജീവികൾ ദാഹം ശമിപ്പിക്കുന്നതെന്നും വ്യക്തമായല്ലോ. ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി വാനരസംഘം ഗുഹാന്തർഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഭയങ്കരമായ കൂരിരുട്ട്. യാതൊന്നും കാണാൻ കഴിയാത്ത കട്ടപിടിച്ച ഇരുട്ടിൽ കൂടി അന്യോന്യം കൈകോർത്തു പിടിച്ച് വരിവരിയായി അവർ ഇറങ്ങിച്ചെന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഇരുട്ടിന്റെ ശക്തി കുറഞ്ഞു. പ്രകാശം കാണാൻ തുടങ്ങി. തെളിഞ്ഞു പ്രകാശിച്ചു കണ്ട വഴിയിൽ കൂടെ കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് ചെന്നപ്പോൾ മിന്നിത്തിളങ്ങുന്ന ദിവ്യപ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന മണിമാളികകളും പൂന്തോട്ടങ്ങളും കെട്ടിപ്പടുത്ത ജലാശയങ്ങളും ധാരാളം മധുരപഴങ്ങൾ തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികളുമെല്ലാം കണ്ടു. പക്ഷേ ജീവികളൊന്നുമില്ല. വാനരന്മാർക്ക് വളരെ ആശ്ചര്യമായി. ഇങ്ങനെ ഒരു സ്ഥലം അവർ പണ്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അവിടെ എല്ലായിടത്തും നോക്കി നടന്നപ്പോൾ തേജസ്വിനിയായ ഒരു ദേവി സമാധിയിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടു. അതാരാണെന്നറിയാനുള്ള കൗതുകത്തോടെ എല്ലാവരും കൂടെ ദേവിയുടെ 4 ഭാഗവും തിക്കിത്തിരക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സമാധി ഉണർന്ന് കണ്ണുമിഴിച്ച് വാനരന്മാരോട് വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു. ഹനുമാൻ മുന്നോട്ട് വന്ന് വാനരസംഘം അവിടെ വരാനുള്ള കാരണങ്ങളെ മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു. അനന്തരം ദേവിയുടെ വർത്തമാനവും അറിഞ്ഞാൽ കൊള്ളാമെന്ന ജിജ്ഞാസയെ പ്രകടിപ്പിച്ചു. അവരോടാദ്യം വിശപ്പും ദാഹവും തീർത്തുവരാൻ കൽപ്പിച്ചു ദേവി. അതുപ്രകാരം വാനരന്മാർ മധുരമുള്ള പഴങ്ങളെയും അമൃതസമാനമായ ജലത്തെയും ഇഷ്ടം പോലെ അനുഭവിച്ച് സംതൃപ്തന്മാരും ഉന്മേഷവദനന്മാരുമായി വീണ്ടും ദേവിയുടെ സമീപത്ത് ചെന്നിരുന്നു. അവരോട് ദേവി പറഞ്ഞു, വിശ്വകർമാവിന് ഹേമ എന്നു പേരായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ തപോനുഷ്ഠാനങ്ങളിൽ നിരതയും ഉത്സുകയുമായ അവളുടെ ആവശ്യപ്രകാരം അവൾക്ക് തപോനുഷ്ഠാനത്തിനു വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ പുരി. വളരെക്കാലം കഠിനങ്ങളായ തപോനുഷ്ഠാനങ്ങളെ ചെയ്ത് അവൾ പുര്യഷ്ടകത്തെ ഭേദിച്ച് പരമകൈവല്യത്തെ പ്രാപിച്ചു. ഹേമയുടെ ദാസിയായി ചിരകാലം വർത്തിച്ച സ്വയംപ്രഭയെന്നു പേരായ താൻ അവളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനായി അവതരിക്കുമെന്നും അന്ന് സീതാന്വേഷണം ഉണ്ടാവുമെന്നും അപ്പോൾ വാനരന്മാർ ഇവിടെ വരുമെന്നുമൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാണ് ഇത്രകാലം കാത്തിരുന്നത്. ഇനി ഞാൻ ഭഗവത് സന്നിധിയിലേക്ക് പോവുകയാണ്. നിങ്ങളും പൊയ്ക്കൊള്ളുവിൻ എന്നൊക്കെയാണ് സ്വയംപ്രഭാദേവി പറഞ്ഞത്. വാനരന്മാർക്കൊക്കെ വളരെ ബഹുമാനമായി. ഭക്തിയോടുകൂടി അവരെല്ലാവരും വണങ്ങി. അനന്തരം അവരോടൊക്കെ കണ്ണടയ്ക്കാൻ ദേവി പറഞ്ഞു. കണ്ണടച്ച് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഗുഹയിൽ നിന്ന് പുറത്തു വന്നതായി കണ്ടു. സ്വയംപ്രഭാദേവി അവരോട് യാത്ര പറഞ്ഞ് ഭഗവത് സന്നിധിയിലേക്ക് യാത്രയുമായി. ഭഗവത് പാദപത്മങ്ങളെ വണങ്ങി നമസ്കരിച്ചു. ദിവ്യങ്ങളായ സ്തോത്രങ്ങളെക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അനന്തരം ഭഗവത് നിർദ്ദേശത്താൽ ദേവി പരമകൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു. ഗുഹയിൽ നിന്ന് പുറത്തുവന്ന വാനരന്മാർ അന്ധകാരജടിലമായ ഗുഹാഭ്രമണം കൊണ്ട് നേരിട്ട കാലദേശഭ്രമത്തിൽ നിന്ന് മുക്തന്മാരായി. അവർ യാത്രാദിവസമൊന്ന് കണക്കാക്കി നോക്കി. അപ്പോൾ സുഗ്രീവൻ നിർദ്ദേശിച്ച അവധി ആയിക്കഴിഞ്ഞിരിക്കുന്നു. വേഗത്തിൽ മടങ്ങിയാൽ തന്നെ അവധിക്കുള്ളിൽ സ്ഥലത്തെത്താൻ കഴിയില്ലെന്നാണിരിക്കുന്നത്. പോരെങ്കിൽ സീതാന്വേഷണ കാര്യം ഒന്നുമായിട്ടുമില്ല. ഈ സ്ഥിതിക്ക് മടങ്ങുന്നതെങ്ങനെ? മടങ്ങിയാലും വധശിക്ഷയാണ് ഫലം. ആകപ്പാട് ഭയപരിഭ്രമങ്ങളെക്കൊണ്ട് അവരെല്ലാവരും ആർത്തന്മാരായി. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. എങ്കിലും അവസാനം എല്ലാവരും തെക്കോട്ട് നീങ്ങി വീണ്ടും സീതാന്വേഷണം നടത്താൻ തന്നെ തീർച്ചപ്പെടും. അങ്ങനെ അവർ തെക്കോട്ട് നീങ്ങി സമുദ്രക്കരയിലെത്തി.
അതുവരെ അന്വേഷിച്ചിട്ടും അവർക്ക് സീതാദേവിയുടെ യാതൊരു വിവരവും കിട്ടിയില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് പോവാനും വയ്യ. മടങ്ങിപ്പോയാൽ അവധി തെറ്റിയതുകൊണ്ട് സുഗ്രീവൻ വധിക്കുകയും ചെയ്യും. ആകപ്പാടെ വിഷമത്തിലായി. എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ എല്ലാവരും ആർത്തന്മാരായി അന്യോന്യം നോക്കിയിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ചിലർ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നതുകൊണ്ടെന്താണ് പ്രയോജനം? ഏതായാലും മരണം തീർച്ചപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അത് സുഗ്രീവന്റെ കൈകൊണ്ട് വേണ്ട. നമുക്ക് തന്നെത്താൻ ഇവിടെ കിടന്ന് പ്രായോപവേശം ചെയ്തു മരിക്കാം. അതൊരു കാര്യമായി എല്ലാവർക്കും തോന്നി. അതല്ലാതെ മറ്റെന്താണ് ചെയ്യാനുള്ളത്? അതിനാൽ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തി. സമുദ്രക്കരയിൽ ദർഭ വിരിച്ച് എല്ലാവരും മരണദീക്ഷയെയും വരിച്ചു കിടന്നു. അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മഹേന്ദ്രപർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഗുഹയിൽ നിന്ന് വൃദ്ധനായ ഒരു വലിയ കഴുകൻ നൊണ്ടി നൊണ്ടി പുറത്തുവന്നു. വരിവരിയായി കിടക്കുന്ന വാനരന്മാരെ നോക്കി കഴുകൻ സന്തോഷത്തോടുകൂടി തന്നെത്താൻ പറഞ്ഞു, വളരെ ദിവസമായി സുഭിക്ഷമായ ആഹാരം കിട്ടാത്ത എനിക്ക് കുറേ ദിവസത്തേക്ക് ഭഗവാൻ ആഹാരം തന്നിരിക്കുന്നു. ഈ വാനരന്മാരെല്ലാം ഉടനെ മരിക്കും. ഇവരുടെ ശരീരങ്ങൾ എനിക്ക് വളരെ ദിവസത്തേക്ക് ആഹാരമായി തീരുകയും ചെയ്യും. അത് കേട്ടപ്പോൾ പിന്നെയും അസ്വസ്ഥന്മാരായി വാനരന്മാർ. സുഗ്രീവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കഴുകന്റെ വായിലാണല്ലോ നാം എത്തിപ്പെടുന്നത്. കഷ്ടം തന്നെ. നമ്മുടെ വിധി അങ്ങനെയായിരിക്കാം. അതാർക്കും തടുക്കാൻ വയ്യ. കഴുകന്മാരിലും നല്ലവരുണ്ട്. ആ ജടായു എത്ര നല്ലവനായിരുന്നു. അവനെക്കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടായി. ഭഗവാനു വേണ്ടി അവൻ ശരീരത്തെപ്പോലും ഉപേക്ഷിച്ചു. എന്നാൽ ഈ കഴുകനിതാ നമ്മളെ തിന്നാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെ വാനരന്മാർ അന്യോന്യം പറഞ്ഞു. വാനരന്മാരുടെ മുഖത്തുനിന്ന് ജടായു എന്ന ശബ്ദം കേട്ടതോടെ കഴുകന്റെ ഭാവം മാറി. അവൻ വാനരന്മാരോട് വർത്തമാനങ്ങൾ ചോദിച്ചു. അവർ എല്ലാം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഉടനെ വാനരന്മാരുടെ സഹായത്തോടെ സമുദ്രജലത്തിനടുത്തേക്ക് നീങ്ങി മരിച്ചുപോയ ജടായുവിന് തിലോദകം കൊടുത്തു. അനന്തരം തന്റെ കഥകൾ വാനരന്മാർക്ക് വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. ജടായുവിന്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദിയാണ് പ്രസ്തുത കഴുകൻ. ഒരിക്കൽ ജ്യേഷ്ഠാനുജന്മാരായ ജടായുവും സമ്പാദിയും തമ്മിൽ ഒരു മത്സരമുണ്ടായി. ആരാണ് കൂടുതൽ മേലോട്ട് പറക്കാൻ പ്രാപ്തനെന്ന വാദമായിരുന്നു മത്സരത്തിന്റെ അടിസ്ഥാനം. അവസാനം അത് തീർച്ചപ്പെടുത്താൻ വേണ്ടി രണ്ടാളും മേലോട്ട് പൊന്തിപ്പറന്നു. അങ്ങനെ വളരെയധികം മേലോട്ട് പൊന്തിയപ്പോൾ ആദിത്യകിരണങ്ങൾ തട്ടി ചൂട് സഹിക്കാൻ കഴിയാതായി. അപ്പോൾ ജ്യേഷ്ഠനായ സമ്പാദി അനുജനോടുള്ള സ്നേഹം കൊണ്ട് ജടായുവിനെ തന്റെ വിടർത്തിയ ചിറകിന്റെ നിഴലിലാക്കിക്കൊണ്ട് പറന്നു. കുറച്ചു ദൂരം മേലോട്ട് ചെന്നപ്പോഴേക്ക് തീക്ഷ്ണങ്ങളായ ആദിത്യരശ്മികൾ തട്ടി സമ്പാദിയുടെ 2 ചിറകും കരിഞ്ഞ് താഴെ വീണു. മഹേന്ദ്രപർവ്വതത്തിന്റെ സാനുപ്രദേശത്തുള്ള ചന്ദ്രമസ് എന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തിലാണ് സമ്പാദി വീണത്. 4-5 ദിവസം ബോധമില്ലാതെ വീണടത്ത് തന്നെ കിടന്നു. ബോധമുണ്ടായപ്പോൾ പതുക്കെ എഴുന്നേറ്റ് അസഹ്യമായ ദാഹവും ക്ഷീണവും തീർക്കാൻ കുറച്ചു വെള്ളം അന്വേഷിച്ച് പതുക്കെ നൊണ്ടി നൊണ്ടി നടന്നു. അപ്പോൾ ചന്ദ്രമസ് മഹർഷിയെ കാണാനിടയായി. അദ്ദേഹം ആഹാരപാനീയങ്ങളൊക്കെ കൊടുത്ത് തൃപ്തനാക്കി. അനന്തരം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തോടെല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. അപ്പോൾ മഹാത്മാവായ ആ ഋഷീശ്വരൻ ജീവന്റെ സംസാരഗതിയെയും ജനന മരണങ്ങളെയും വളരെ വ്യക്തമായും തന്മയത്വത്തോടുകൂടിയും പറഞ്ഞുകൊടുത്തു. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണങ്ങളായ ഓരോ ശരീരവും അഭിമാനം ഹേതുവായി നഷ്ടപ്പെടുന്ന വിധവും, ജീവൻ ഓരോ ഗർഭത്തിലും എത്തിച്ചേരുകയും ശരീരമുണ്ടാവുകയും ഗർഭോദരത്തിൽ വെച്ച് പലവിധ ദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന വിധവുമെല്ലാം ചന്ദ്രമസ് മഹർഷി വിവരിച്ചു പറഞ്ഞുകൊടുത്തു. അതായത്, ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള സമയമെങ്കിലും അഭിമാനത്തിനും അഹങ്കാരത്തിനും വേണ്ടി കളയാതെ ആത്മസാക്ഷാത്കാരമാകുന്ന ജന്മസാഫല്യത്തിന് പ്രയത്നിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നർത്ഥത്തിലാണ് അതൊക്കെ പറഞ്ഞുകൊടുത്തത്. അനന്തരം ഈ ഗുഹയിൽ താമസിക്കാമെന്നും ശ്രീരാമകാര്യമായി വരുന്ന വാനരന്മാർക്ക് വാക്സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ട ചിറക് വീണ്ടും മുളയ്ക്കുമെന്നും ഋഷി അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഗുഹയിൽ താമസിച്ചു വരികയാണ് എന്നൊക്കെയാണ് സമ്പാദി അവരോട് തന്റെ വർത്തമാനമായി പറഞ്ഞുകൊടുത്തത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്ക് തന്നെ സമ്പാദിക്ക് സുശക്തങ്ങളായ 2 പുതിയ ചിറകുകൾ മുളച്ചു പൊന്തി. ഉടനെ മേലോട്ട് വളരെ ഉയരത്തിൽ പറന്ന് ലങ്കാ രാജധാനിയും അതിലുള്ള അശോകവനവും ശിംശപാവൃക്ഷവും അതിന്റെ ചുവട്ടിൽ രാക്ഷസികളാൽ പരിവൃതയായിരിക്കുന്ന സീതാദേവിയെയും സമ്പാദി തന്റെ ദീർഘദർശിത്വം കൊണ്ട് വ്യക്തമായി കണ്ടറിഞ്ഞ് വാനരന്മാർക്ക് അറിവ് കൊടുത്തു. സമുദ്രത്തിനക്കരെ കടന്ന് ലങ്കയിൽ പോയാൽ
സീതാദേവിയെ കാണാമെന്നും പറഞ്ഞുകൊടുത്ത് സമ്പാതി പറന്നുപോയി. എങ്ങനെയാണ് സമുദ്രം കടക്കേണ്ടത് എന്ന ആലോചനയായി വാനരന്മാർക്ക്. പല യുക്തികളും ആലോചിച്ചു നോക്കി. അതൊന്നും പ്രായോഗികമല്ല. ചാടി അക്കരെ എത്തുക തന്നെ വേണം. അതിന് ആർക്ക് സാധിക്കുമെന്നായി പിന്നത്തെ ആലോചന. 100 യോജന വിസ്താരമുള്ള സമുദ്രം ഒറ്റച്ചാട്ടം കൊണ്ട് അപ്പുറത്തെത്തുകയെന്നത് വിഷമമേറിയ കാര്യം തന്നെ. ഓരോരുത്തരും അവരവർക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തെ കണക്കാക്കി നോക്കി. 100 യോജന തികച്ചും ആർക്കും ചാടാൻ വയ്യെന്നാണ് തെളിഞ്ഞത്. ഏത് കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഉത്സാഹിയും മഹാശക്തനുമായ ഹനുമാൻ ഒരഭിപ്രായവും പറയാതെ മൗഢ്യത്തോടെ തലയും താഴ്ത്തി ഒരു മൂലയ്ക്കിരിക്കുന്നതായി കണ്ടു. ആഞ്ജനേയൻ യാതൊരഭിപ്രായവും പറഞ്ഞില്ല. ഏതോ ഒരു മൗഢ്യം ബാധിച്ച മട്ടുണ്ട്. എല്ലാവരും വായുപുത്രനെ നോക്കി. അപ്പോഴാണ് വൃദ്ധനായ ജാംബവാൻ ഹനുമാന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിന്റെ വീര്യത്തെപ്പറ്റി പ്രശംസിച്ചത്. രാമകാര്യത്തിനു വേണ്ടി തന്നെ ജനിച്ചവനും അതിനുവേണ്ടി തന്നെ ജീവിക്കുന്നവനും രാമകാര്യമായി തന്നെ ഇപ്പോൾ പുറപ്പെട്ടവനുമായ നീയാണ് കാര്യം സാധിക്കാൻ പോകുന്നത് എന്നറിഞ്ഞ് നിന്റെ കയ്യിലാണല്ലോ ഭഗവാൻ അങ്കുലീയകം തന്നിരിക്കുന്നത്. നിന്നോടാണല്ലോ അടയാളവാക്യം പറഞ്ഞിരിക്കുന്നതും. നിനക്കല്ലാതെ ആർക്കാണ് ഈ മഹാകാര്യം സാധിക്കാൻ കഴിയുന്നത് എന്നിങ്ങനെ ജാംബവാൻ ഹനുമാനെയും അദ്ദേഹത്തിന്റെ വീര്യത്തെയും വാഴ്ത്തിയപ്പോൾ ആഞ്ജനേയൻ തന്നെത്താൻ ഉണർന്നു. തന്റെ വീര്യത്തെ അറിഞ്ഞ് കൈകാലുകൾ കുടഞ്ഞ് ഉറക്കെ ഒന്ന് അട്ടഹസിച്ച് ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റു. ആഞ്ജനേയന്റെ ഭയാനകമായ അട്ടഹാസം കൊണ്ട് സമുദ്രം കലങ്ങി മറിഞ്ഞു. ആ മഹേന്ദ്രപർവ്വതം തന്നെ ഒന്നിളകി വിറച്ചു. വാനരന്മാർ ഞെട്ടിത്തെറിച്ചു. പലരും മറിഞ്ഞു വീണു. ഉത്ബുദ്ധമായ പൌരുഷം സ്വരൂപത്തെ പ്രാപിച്ച പോലെ വിളങ്ങിയ മാരുതാത്മജൻ ഗംഭീരമായ നാദത്തിൽ മേഘഗർജനം പോലെ വാനരന്മാരെ നോക്കി പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട. ഞാനിപ്പോൾ തന്നെ ഒരു ചാട്ടത്തിന് സമുദ്രത്തെ അതിലംഘിച്ച് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെയെല്ലാം ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടും. ആരുടെ സ്മരണ മാത്രം കൊണ്ട് അത്യന്ത ഭയാനകമായ ഈ സംസാര സമുദ്രത്തെപ്പോലും വിഷമം കൂടാതെ കടക്കാൻ കഴിയുന്നുവോ, ആ രാമചന്ദ്രന്റെ തിരുനാമം നാവിലും ശ്രീമൂർത്തി ഹൃദയത്തിലും അങ്കുലീയകം കരതലത്തിലുമുള്ള എനിക്ക് ഈ നിസ്സാരമായ ഉപ്പുസമുദ്രമാണോ കടക്കാൻ കഴിയാത്തത്? ഇപ്പോൾ തന്നെ കാര്യം സാധിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉത്സാഹഭരിതനായി ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ഹനുമാനെ ഈ നിലയിൽ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിക്കൊണ്ടാണ് കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത്. ബാലിവധാനന്തരമുള്ള ചാതുർമാസ്യ ദീക്ഷയും ക്രിയാമാർഗോപദേശവും കർമ്മയോഗത്തെയുമാണ് പ്രഖ്യാപിക്കുന്നത്. ഭക്തി കൊണ്ട് ചിന്താശുദ്ധി വന്ന് വിവേകമുദിച്ച് അവിവേകം നശിച്ചാൽ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കാറായി. അപ്പോഴേ ആയിട്ടുമുള്ളൂ. കർമ്മയോഗം കൊണ്ട് തീവ്രവൈരാഗ്യം മിക്കവാറും വന്നുകഴിഞ്ഞാൽ തത്വവിചാരം ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന തത്വവിചാരം കൊണ്ടേ പ്രയോജനമുള്ളൂ. തത്വവിചാരമാണ് സീതാന്വേഷണം. ഉപനിഷത് മന്ത്രങ്ങളെ മുൻനിർത്തിയാണ് തത്വവിചാരം ചെയ്യേണ്ടത്. ഉപനിഷത് മന്ത്രങ്ങളാണ് ഇവിടെ വാനരന്മാരാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. തത്വവിചാരം ഒരു പരിധിയിലെത്തുമ്പോൾ തന്റെ ഹൃദയത്തെയും ജീവിത തത്വത്തെയും അറിയാറാവും. അതാണ് ഗുഹാഭ്രമണവും സ്വയം പ്രഭാദർശനവും. പക്ഷേ അതും തത്വവിചാരം ശരിയായ മാർഗത്തിൽ കൂടെ പുരോഗമിക്കുന്നു എന്ന് വന്നാൽ മാത്രമാണ്. സീതാന്വേഷണത്തിന് അസംഖ്യം വാനരന്മാർ പുറപ്പെട്ടു. എന്നാൽ തെക്കോട്ട് പോയവർക്ക് മാത്രമേ സ്വയംപ്രഭയെയും ഗുഹയെയും കാണാൻ പറ്റിയുള്ളൂ. മാത്രമല്ല, സീത എവിടെയാണെന്നറിയാൻ പോലും അവർക്കേ സാധിച്ചിട്ടുള്ളൂ. വടക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലേക്ക് പോയവരും സീതാന്വേഷണം തന്നെയാണ് നടത്തിയത്. എന്നാൽ സീതയും അവരും തമ്മിൽ യാതൊരു സംബന്ധവും ഉണ്ടാവാനിട വന്നില്ല. തത്വവിചാരം പലരും പലപ്പോഴും ചെയ്യാറുണ്ടായിരിക്കാം. എന്നാൽ മിക്കപ്പോഴും അത് നേർവഴിയിൽ കൂടെ പുരോഗമിച്ച് ആത്മതത്വത്തിൽ ചെന്ന് മുട്ടി വേണ്ടത്ര പ്രയോജനപ്പെടുകയെന്നത് ചുരുക്കം ചിലർക്കേ സാധിക്കാറുള്ളൂ. അങ്ങനെ പ്രയോജനപ്പെട്ടാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ പൂർണ്ണമായി തീരാനും സംസാരത്തിന്റെ മറുകരയ്ക്ക് കടക്കാനും ബ്രഹ്മവിദ്യയെ അറിയാനുമൊക്കെ ഇടയാവുകയും ചെയ്യും. ജ്ഞാനവൈരാഗ്യങ്ങളുടെ പൂർണ്ണതയാണ് സമ്പാദിയുടെ ചിറക് മുളയ്ക്കൽ കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നത്. പണ്ട് ജടായുവിന്റെ ചിറക് പോയപ്പോഴാണല്ലോ സീത നഷ്ടപ്പെട്ടത്. അതായത് ജ്ഞാനവൈരാഗ്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ബ്രഹ്മവിദ്യ മറഞ്ഞു. അവ വീണ്ടുമുണ്ടായപ്പോൾ പ്രകാശിച്ചു. അവ വീണ്ടുമുണ്ടാവലാണ് സമ്പാദിയുടെ ചിറക് മുളയ്ക്കലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസാരത്തിന്റെ മറുകരയ്ക്കെത്തൽ തന്നെ സമുദ്രലംഘനം. സീതാദർശനം ബ്രഹ്മവിദ്യയെ അറിയലും.
ഇങ്ങനെ അനേകം തത്വരത്നങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പാവനമായ കിഷ്കിന്ധാകാന്ഡം അവസാനിപ്പിക്കുന്നത്. അതോടെ ഏറ്റവും ചമൽക്കാരം നിറഞ്ഞ സുന്ദരകാന്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു.